ഉപരാഷ്ട്രപതിയുടെ Z+ സുരക്ഷാ ചുമതല CRPFന് കൈമാറും. സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷം ലഭിച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ആലോചിക്കുന്നത്. നിലവിൽ ഉപരാഷ്ട്രപതിയുടെ Z+ സുരക്ഷാ ചുമതല ഡൽഹി പോലീസാണ് കൈകാര്യം ചെയ്തത്. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ഇപ്പോൾ ഈ സുരക്ഷാ ചുമതല CRPFനെ ഏൽപ്പിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്തുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഗൗതം, സുരക്ഷാ അവലോകന യോഗത്തിന് ശേഷം നൽകിയിട്ടുള്ള ശുപാർശകൾ പരിശോധിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്ത് ഉപരാഷ്ട്രപതിക്കുള്ള സുരക്ഷാ ചുമതല അതിൻ്റെ ചുമതല CRPFന് കൈമാറാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വിവിധ സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിശദമായൊരു അവലോകന യോഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല Z+ സുരക്ഷയാണ് നിലവിൽ ഉപരാഷ്ട്രപതിക്ക് നൽകുന്നത്. ആ Z+ സുരക്ഷയുടെ ചുമതല CRPFന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഡൽഹി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഉപരാഷ്ട്രപതിയുടെ Z+ കാറ്റഗറി സുരക്ഷയുടെ ചുമതല നിർവഹിക്കുന്നത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് CRPFന് ആ സുരക്ഷയുടെ ചുമതല നൽകും. നിരവധി സുരക്ഷാ ഭീഷണികൾ വരുന്ന പശ്ചാത്തലത്തിൽ, കൂടാതെ മുംബൈ, ബീഹാർ എന്നിവിടങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ടൊരു വിശദമായ അവലോകന യോഗം ചേർന്നിരുന്നു. ആ സുരക്ഷാ അവലോകന യോഗത്തിന് ശേഷം നൽകിയിട്ടുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല CRPFന് കൈമാറുന്നത്. ഈ മാസം 9-ന് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ വോട്ടെടുപ്പിന് ശേഷം പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ ഉപരാഷ്ട്രപതിക്ക് Z+ കാറ്റഗറി സുരക്ഷ നൽകി വരുന്നത് CRPF ആകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. NDAയും ഒപ്പം പ്രതിപക്ഷ മുന്നണിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. നിലവിലെ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ, നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണൻ നിഷ്പ്രയാസം വിജയിച്ചു കയറും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മുതൽ ഈ Z+ കാറ്റഗറി സുരക്ഷ ഒരുക്കുന്നത്, അതിന് ചുമതല വഹിക്കുന്നത് CRPF ആയിരിക്കും. ഗൗതം, ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല നിലവിൽ ഡൽഹി പോലീസിനാണ്. Z+ കാറ്റഗറി സുരക്ഷയാണ് ഉപരാഷ്ട്രപതിക്ക് നൽകുന്നത്. എന്നാൽ ആ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും CRPFന് കൈമാറാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിദഗ്ധ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു മാറ്റം വരുത്തുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ.